ഹലോ ഫ്രണ്ട്സ്, നമ്മളെ പവർ സ്റ്റോക്ക് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് നമ്മളെ സുഹൃത്തായിട്ടുള്ള നൗഷാദ് ഖാൻ നമ്മൾ പരിചയപ്പെടുന്നത്. ഇത് പുള്ളി ഉണ്ടാക്കിയ ഒരു ബഗ്ഗിയാണ്. ഇതിൽ ഏത് ടൈപ്പ് എഞ്ചിനാണ് കൊടുത്തുള്ളത്? ബൈക്കിന്റെ എഞ്ചിനാണ്. ബൈക്കിന്റെ എഞ്ചിൻ വെച്ചിട്ടാണ് ഉണ്ടാക്കിയുള്ളത് അല്ലേ? ഇത് വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ഓടിച്ചു നോക്കി? ട്രെയിൽ നോക്കി, ട്രെയിൽ ഓടിച്ചു നോക്കി, കുഴപ്പമില്ലാത്ത രീതിയിൽ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം പോയിട്ട് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരും. മെക്കാനിക്കായിട്ട് പല സുഹൃത്തുക്കളും നമ്മളെ വീഡിയോസ് കാണാറുണ്ട്. വലിയ ഗ്യാരേജുള്ള സുഹൃത്തുക്കളുണ്ട്, ചെറിയ വർക്ക്ഷോപ്പുള്ള ആളുകളുണ്ട്. നൗഷാദ് ഖാന്റെ പ്രത്യേകത ഇവിടെ സ്വന്തം വീടാണ്, വീടിന് മുൻപിലായിട്ട് തന്നെ എന്ത് ചെയ്യുന്നത് വർക്ക്ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അല്ലേ? ഈ വണ്ടിയുടെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് പറഞ്ഞു തരുമോ? ഇതിന്റെ സ്റ്റിയറിംഗ് ബോക്സ് വന്നിട്ടുള്ള പറഞ്ഞാൽ അൾട്ടോന്റെ ആണ് വരുന്നത്. ടച്ച് അതുപോലെ ബ്രേക്ക് ഈ ഭാഗങ്ങൾ നമ്മൾ 800-ന്റെ തന്നെ. ഇത് വന്നിട്ടുള്ള 800-ന്റെ ഹബ്ബാണ്. കാലിപ്പറും കാര്യങ്ങള്, ഷോക്ക് അൾട്ടോ. പിന്നെ ഇത് സ്റ്റിയറിംഗ് വീല് നമ്മൾ അൾട്ടോ കാറ്റഗറി, സെന്റ് കാറ്റഗറി. ഗിയറിന്റെ ലിവർ കൊടുത്തതിൽ നല്ലൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ. ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കി നിങ്ങൾ. അത് ഫുള്ളി കസ്റ്റമൈസ്ഡ് ആണ്. ഇതുണ്ടോ? ഇത് നമ്മള് ഇന്നോവന്റെ ലോവറാമിന്റെ എൻഡാണിത്. ഇന്നോവയുടെ ലോവറാമിന്റെ എൻഡ് വെച്ചിട്ടാണ് ഇവിടെ ഈ ഒരു ബോൾ അസംബ്ലി കൊടുത്തുള്ളത് അല്ലേ? അതായത് ഒരു ഗിയറിന്റെ അസംബ്ലി ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആ ഗിയർ ബോക്സ് കൊടുത്താന്ന് വെച്ചാൽ നമുക്ക് ഹൗസിംഗിന്റെ ഫംഗ്ഷൻ കിട്ടും. ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഒന്നത്. പിന്നെ എന്താ വെച്ചാൽ നമുക്ക് റിവേഴ്സ് ഗിയർ അതിൽ കിട്ടും. പിന്നെ ഈ എഞ്ചിൻ വേറെ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ക്ലച്ച് ഔട്ടിയാണ് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ നമ്മൾ ഇത് ഒരു ഏതൊരു സ്കൂട്ടറാണ് തനിയെ സെറ്റ് ആക്കിയാൽ അതിന്റെ ഫ്യൂൽ ടാങ്ക് ആയിട്ട് വെച്ചിട്ടുള്ളത്. ചെയിനാണല്ലോ ബൈക്കിന്റെ വരും. അപ്പൊ നമുക്ക് ഇതിൽ നമ്മൾ പ്രത്യേക റാഡ് കസ്റ്റം ചെയ്തിട്ടുള്ള ഇങ്ങനെ എടുത്തിട്ടുള്ള. അതായത് നമുക്ക് ഗിയർ ബോക്സ് ഇറക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ അയച്ചെടുക്കാം. ഈ ഒരു പീസ് മാത്രം അയച്ചെടുക്കാം. ഇനിയിപ്പോ എഞ്ചിന്റെ നമുക്ക് ഈ ഒരു ഭാഗം എന്തെങ്കിലും കാരണം വെച്ചാൽ കോയിലിന്റെ ഭാഗം അയക്കണം എന്നുണ്ടെങ്കിൽ മാത്രമേ എഞ്ചിൻ ഇറക്കേണ്ട ആവശ്യമുള്ളൂ. ഇത് നമ്മൾ ലോറാം ഇങ്ങനെ കൊടുത്തപ്പോൾ നമുക്ക് ഈ ഒരു ഫ്രണ്ടിത്തെ ഹബ്ബാവുണ്ട്, നമുക്ക് ഇത് റൊട്ടേറ്റ് ചെയ്യും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് വെച്ചാൽ ഒരു ബോൾ ജോയിന്റ് സ്റ്റാരിങ്ങിന്റെ ഫ്രണ്ടിത്തെ സ്റ്റാരിങ് ഉണ്ട്, അതിന്റെ ബോൾ ജോയിന്റിന്റെ ഈ എൻഡ് നമ്മൾ ഇങ്ങനെ കസ്റ്റം ചെയ്തെടുത്തുള്ള. അപ്പൊ നമ്മളെ സ്മാർട്ട് മേറ്റിന്റെ വക നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ബാറ്ററി മേറ്റ് എന്ന് പറഞ്ഞാണ്ട് ബാറ്ററി വോൾട്ടേജ് ചെക്ക് ചെയ്യുക. അതേപോലെ തന്നെ ആൾട്ടർനേറ്റർ കറണ്ട് വരുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുക. ഒരു ചെറിയ ഗിഫ്റ്റ്. ഓക്കെ, നമ്മളെ വക.